ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മനു എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് മനു. എനിക്ക് 37 വയസ്സുണ്ട്. എൻ്റെ വൈഫിന് 36 വയസ്സ്. ഞങ്ങൾ രണ്ടുപേരും പണ്ടേ സുഹൃത്തുക്കളായിരുന്നു. ഏകദേശം ഒരേ കാലഘട്ടത്തിൽ പഠിച്ചവരാണ്. 2 സ്കൂളിലാണെന്നേ ഉള്ളൂ. അവൾ 10ലും ഞാൻ 9ലും എന്നുള്ള നിലയ്ക്ക്. ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ഒരേ ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കണ്ടാണ് പ്രണയത്തിലായത്. 25ാമത്തെ വയസ്സിലാണ് 24കാരിയായ അവളെ ഞാൻ കല്യാണം കഴിച്ചത്. ഇപ്പോൾ 10 വർഷത്തിൽ അധികമായല്ലോ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഒരു മകനുണ്ട്. അവന് 7 വയസ്സുണ്ട്. ഞാൻ സ്വപ്നം കണ്ട സൗന്ദര്യം എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അഡ്ജസ്റ്റ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അവളും പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനാണ് നിങ്ങൾ, അതുകൊണ്ട് എനിക്കും ഒരു കോംപ്രമൈസും ചെയ്യേണ്ടി വന്നിട്ടില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നല്ല രസകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാര്യം എന്ത് വേണമെങ്കിലും ഭാര്യയോട് പറയാം, ഭാര്യയ്ക്ക് എന്നോടും പറയാം. ഞങ്ങൾക്കിടയിൽ ഒളിവും മറവും ഒന്നുമില്ലാത്ത ഒരു ബന്ധം. വീട്ടുകാർക്കും ഞങ്ങളുടെ ബന്ധത്തിൽ ആദ്യം തൊട്ടേ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെയാണ് ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വൈഫിന് ജോലിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അവളെ ഞാൻ വിട്ടില്ല. കാര്യം നല്ല സാലറി എനിക്കുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും ചുറ്റുപാടുകളും മെച്ചമാണ്. അവൾ ജോലിക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നീട് 2 വർഷം മുമ്പ് മോൻ 1ാം ക്ലാസ്സിന് പോയതിനു ശേഷമാണ് അവൾ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അതും 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥാപനത്തിലാണ് ജോലി കിട്ടിയത്. പിന്നെ എൻ്റെ വീടും അവളുടെ വീടുമൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. ആ 2 വീടുകളുടെ നടുക്കാണ് ഞങ്ങളുടെ വീടെന്ന് പറയാം. ഏകദേശം 1-1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എൻ്റെ ഭാര്യയുടെയും എൻ്റെയും കുടുംബ വീടുകൾക്ക് തമ്മിൽ. അവിടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ നോക്കിക്കോളും. ഒരു പ്രശ്നവുമില്ല എൻ്റെ മകനെ. പിന്നെ അവൾക്ക് ജോലിക്കൊക്കെ പോകാം എന്ന് പറഞ്ഞപ്പം ഞാനും അങ്ങ് സമ്മതിച്ചു. അതുമാത്രമല്ല, സാമാന്യം നല്ല സാലറി ഉണ്ട്. വലിയ കട്ടിപ്പണിയൊന്നുമല്ല. ഓഫീസ് വർക്ക് ചെയ്താൽ മതി. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ വീട്ടിലിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചു. അങ്ങനെ അവൾ ജോലിക്ക് പോയി തുടങ്ങി. ഞാൻ 8:30 ഇറങ്ങും. അവൾക്ക് 9-9:45 പോയാൽ മതി. കാര്യം 2-3 കിലോമീറ്ററല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ ചെന്ന ശേഷം ഭയങ്കര സന്തോഷവതിയായിരുന്നു. അവൾക്ക് ധാരാളം ഫ്രണ്ട്സിനെയൊക്കെ അവിടെ കിട്ടി. നല്ല രീതിയിൽ ജോലിയും പോയി. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവൾ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞു. പുതുതായിട്ട് വന്ന ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, അവളെക്കാൾ 1-2 വയസ്സിനുള്ളതാണ്. മഞ്ജിമ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവളുടെ കല്യാണം കഴിഞ്ഞതാണ്. അവളും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷേ പ്രേമിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് അവളോട് ഒട്ടും ഇഷ്ടമില്ലാതായി. ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ ഒത്തിരി കഷ്ടപ്പെട്ടു. അവസാനം ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അതുപോലും നിലനിർത്താൻ പറ്റിയില്ല. അവൻ മർദ്ദനമൊക്കെയായിരുന്നു. അങ്ങനെ വിവാഹമോചനം ചെയ്ത് അവൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ജോലി കിട്ടിയത്. ഒത്തിരി കഷ്ടപ്പെട്ടു. അവളാണെങ്കിൽ എന്നോട് ചേച്ചി ചേച്ചി എന്ന് വിളിച്ചോണ്ട് എപ്പോഴും അങ്ങ് കഥകൾ പറയും. പാവം കുട്ടി, എന്തായാലും ഇപ്പോൾ രക്ഷപ്പെട്ടല്ലോ, അവളെ ഞാൻ എപ്പോഴും ചേർത്ത് പിടിക്കുമെന്നൊക്കെ പറയും. ഞാൻ പറയാതെ ചെയ്യണം. പക്ഷേ എന്നും മഞ്ജിമയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ ഇരിക്കും അവളെ കാണാമെന്ന്. ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് മൊബൈലിൽ അവർ രണ്ടുപേരും കൂടെയുള്ള ഫോട്ടോ കാണിച്ചു. കണ്ടു കഴിഞ്ഞാൽ ഒരു സുന്ദരി. ഇവളെയൊക്കെ ഏത് ഭർത്താവാണ് ഉപേക്ഷിച്ചത്? അവനെ കെട്ടിയിട്ട് തല്ലണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, കണ്ടോ, ചേട്ടന് പോലും അങ്ങനെ തോന്നി, അവിടെ ഭർത്താവിന് തോന്നിയില്ല. പൊന്നേ ചക്കരയെന്ന് പറഞ്ഞ് പുറകെ നടക്കുകയായിരുന്നു. ദൈവമേ, ഞാൻ ഓർക്കും, എൻ്റെ ഭർത്താവ് എത്ര നല്ലവനാണ്, എൻ്റെ പ്രേമം എത്ര നന്നായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഇതുപോലെ വല്ലതുമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം കുളമായിനി. ഞാൻ പറഞ്ഞു, എല്ലാവരും ഒരുപോലെയല്ലോ. പ്രേമവും ജീവിതമൊക്കെ ചിലർക്ക് 2-2ആണ്. ചിലർക്ക് സ്നേഹവും നല്ല പൊരുത്തവും കാണും, നമ്മളെപ്പോലെ എന്ന് പറഞ്ഞു. എന്തായാലും സുന്ദരിയായ ഒരു പെണ്ണാണ് ഇവൾ. കാണില്ലേ ഏട്ടാ, ഇനി ഒരാളെ കല്യാണം കഴിക്കാൻ പേടിയാണെന്ന് പോലും അവൾക്ക് ഇഷ്ടമല്ല. ഇനി കല്യാണമേ വേണ്ട. ഒന്ന് അവളുടെ പോയതാണ് കുഞ്ഞൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞത് ഇനി കുഞ്ഞും വേണ്ട, കല്യാണം വേണ്ട, അവൾക്കെല്ലാം പേടിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ദുരനുഭവം ഉണ്ടാകുന്ന വെച്ചിട്ട് പിന്നെ ജീവിതം അവിടെ സ്റ്റോപ്പ് ആകുന്നില്ലല്ലോ. നല്ലൊരുത്തം വരും, അപ്പോൾ അവൾക്ക് കല്യാണം കഴിക്കാൻ പറ്റും. അപ്പം അതൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ. പ്രായമൊന്നും കൂടുതലായിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? എന്നേക്കാൾ 2 വയസ്സ് ഇളയതല്ലേ. ഇപ്പോൾ അവൾക്ക് 2 കല്യാണം കഴിക്കേണ്ട സമയം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്കിൽ നിൻ്റെ കൂട്ടുകാരെ ഉപദേശിക്കുക, അവളെ കൊണ്ട് വഴി തിരിച്ചു വിട്ട് നല്ലൊരു കല്യാണം കഴിപ്പിക്കുക, അവൾ രക്ഷപ്പെടട്ടെ. അത് വേണം ചേട്ടാ. അവളുടെ വീട്ടിലാണെങ്കിലും ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ട്. അവരുടെ വീട്ടുകാരെ നിർബന്ധിക്കുക, ഒരു ബാധ്യതയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവളിപ്പം ഹോസ്റ്റലിലൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും അവിടെ നല്ല ഫുഡൊന്നുമല്ല. ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരട്ടെ. ഞായറാഴ്ചയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ പാചകം ചെയ്ത് ചേട്ടനും തരാം. അത് കൊള്ളാം. നിൻ്റെ പാചകം കൊണ്ട് തന്നെ ഞാനിവിടെ മേളിൽ കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോഴാണ് അവൾ വന്നാലും എന്നെപ്പോലല്ല, അവൾ സുന്ദരിയാണ്, നന്നായിട്ട് പാചകം ചെയ്യും. അപ്പോൾ
സുന്ദരിമാരൊക്കെ നന്നായിട്ട് പാചകം ചെയ്യുമോ? അങ്ങനല്ല ഏട്ടാ, അവൾ നന്നായിട്ട് ഉണ്ടാക്കും. പക്ഷേ ഹോസ്റ്റലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അവൾ ചില കാര്യങ്ങൾ ഒരു വട്ടം വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. പക്ഷെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ? നല്ലതാ. ഞാൻ അങ്ങോട്ട് വിളിച്ചോട്ടെ അവധി ദിവസങ്ങളിൽ? ഞാൻ പറഞ്ഞു വിളിച്ചു, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് മഞ്ജിമ വീട്ടിൽ വരാൻ തുടങ്ങിയത്. അവൾ വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, എൻ്റെ ഭാര്യ ഇയാളക്കാരിയാണ്. ഇവളങ്ങനെയല്ല, എന്തൊരു ഒതുങ്ങിയ സ്വഭാവം. എന്നെ കാണുമ്പോൾ റെസ്പെക്റ്റാണ്. ചേട്ടാന്ന് വിളിച്ച് പാകതയോടുകൂടി സംസാരിക്കുമ്പോൾ അവൾ ഒരു ഗന്ധർവ സുന്ദരിയാണെന്നോ ഒരു കുറിഞ്ഞി പൂച്ചയാണെന്നോ എനിക്ക് തോന്നി. ഞാനാണെങ്കിൽ അവളൊരു സുന്ദരിയുമാണ്. അതുമാത്രമല്ല അവളുടെ സ്വഭാവം വളരെ നല്ലതാണെന്ന് വൈഫിനോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, കറക്റ്റാ ചേട്ടാ, അവളൊരു പാമ, ഭൂലോകം എന്തെന്നറിയാത്തൊരു പൊട്ടിപ്പെണ്ണ എന്ന് പറഞ്ഞു. ഒരു ദിവസം മഞ്ജിമ വന്ന് എനിക്ക് തീയൽ പിന്നെ ചിക്കനൊക്കെ ഉണ്ടാക്കി തന്നു വൈകുന്നേരം. അടിപൊളിയായിട്ടുണ്ട്. അവൾ ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ ഞാൻ ഓർത്തു, ഇവൾ വലിയ പാചകത്തിന് വല്ലതും പോയായിരുന്നെങ്കിൽ ഇവൾ കോടീശ്വരിയായനി എന്ന് ഞാൻ പറയുകയും ചെയ്തു. അത്രയ്ക്കും നല്ല രുചിയാണ്. എൻ്റെ ഭാര്യയേക്കാൾ എന്തായാലും കെങ്കേമിയാണ്. ഞാൻ ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ അവളെ പുകഴ്ത്തി പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഭാര്യയ്ക്ക് അസൂയുണ്ടെന്ന് നോക്കി. പക്ഷെ അവൾക്ക് അസൂയൊന്നുമില്ല. ശരി ചേട്ടാ, ഇവളുടെ അത്രയും കൈപ്പുണ്യം എനിക്കില്ല, അത് ഉറപ്പാന്ന് പറഞ്ഞു. രാത്രിയായപ്പോഴേക്കും അവൾ എനിക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ഞാൻ ചോദിച്ചു, രാത്രി എന്തിനാ മോളെ പായസം ഉണ്ടാക്കിയെന്ന്? ഇല്ല ഏട്ടാ, ഒന്നുണ്ടാക്കി വെക്ക്, രാത്രിയിലെ നിങ്ങൾ കിടക്കാൻ പോകുമ്പോഴേക്ക് രണ്ടുപേരും കൂടെ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് കിടക്ക്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അതെന്താടി രാത്രി പാലല്ലേ കുടിക്കുന്നത്, പായസമാണ് കുടിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് മഞ്ജിമ പറയുകയാണ്, അയ്യോ ചേച്ചി, എന്ന് രാത്രി പാലാ കുടിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നെന്ന്. ഞാനും ഭാര്യയും തമ്മിൽ തുറന്ന് പല തോന്നിയാസങ്ങളും പറയുന്ന സുഹൃത്തുക്കളെ പോലെയാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിൻ്റെ ആന്തരാർത്ഥം മനസ്സിലോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പൊട്ടിച്ചിരിച്ചു. ആദ്യം മഞ്ജിമയ്ക്കത് കത്തിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൾക്കത് മനസ്സിലായി. അവൾ പെട്ടെന്ന് ഷൂ എന്ന് പറഞ്ഞ് കൈ കുടഞ്ഞ് പെട്ടെന്ന് ടാറ്റ പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു. ഞാനിപ്പോൾ രാത്രി പറഞ്ഞു, ഈ കൊച്ചിൻ്റെ സ്വഭാവം എന്ത് നല്ലതാ. അവളത്ര കൊച്ചൊന്നുമല്ല, അവൾ വലുതാണ് കേട്ടോ. അതൊക്കെയാണ്, എന്നാലും അവൾ നമ്മളെക്കാൾ ഇളയതല്ലേ. എന്നിട്ട് അല്ല, നല്ല പാചകമൊക്കെയാണ്, നല്ല സ്വഭാവമാണ്. പിന്നെ അല്ല, അവളങ്ങ് പാവമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞതാണെന്നും. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് പറഞ്ഞ് ഭാര്യ എന്നെ ഒന്ന് പരിശോധിച്ച് നോക്കി. ഞാൻ കൈ തട്ടി മാറ്റിക്കൊണ്ടവളോട് പറഞ്ഞു, നീ എന്തായി കാണിക്കുന്നത്? അല്ല, അവളെ അങ്ങ് പുകഴ്ത്തി പറയുന്നു, മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നു. എന്തെങ്കിലും സ്നേഹം ഒലിച്ചിറങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയതാ എന്ന് പറഞ്ഞു. പൊടി വൃത്തികെട്ടവളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് കുറച്ച് തമാശകളും പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഭാര്യ എന്നോട് പറയാൻ തുടങ്ങി, ചേട്ടാ, അവളാണെങ്കിലേ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല. അവൾക്ക് ആണുങ്ങളെല്ലാം പേടിയാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ച അവളുടെ ഭർത്താവിനെ പോലും അവൾക്ക് പേടിയാണ്. എടി, ഇവർ പ്രേമിച്ചെന്തിനാ? പ്രേമിക്കുന്നതിന് മുമ്പ് അവൻ്റെ സ്വഭാവം അവൾക്ക് അറിയില്ലേ? അവർ അടുത്ത് ഇടവഴി കാണില്ലേ? അതുമാത്രമല്ല, ഒരു കുട്ടിയൊക്കെ ഉണ്ടായി, അത് നഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവൾക്ക് എന്താ എത്ര പേടി? അതൊന്നും എനിക്കറിയില്ല. ഇനി ഒരു പുരുഷനെ വിശ്വസിക്കില്ല, ഒരു പുരുഷനുമായിട്ടും ഒരു ബന്ധവും അവൾക്കില്ല. അതെല്ലാം അവൾക്കങ്ങ് പേടിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്തോ മാനസികമുള്ള പ്രശ്നമാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ ഉപദ്രവം കണ്ട് ഭയന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴും ഇവൾ പിന്നെ റിപ്പീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, അവളെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ചികിത്സിക്ക്, ഡോക്ടർമാരെ വല്ലതും കാണില്ലേ എന്ന് പറഞ്ഞപ്പോൾ, അവൾ അതിനൊന്നും വരുമെന്ന് തോന്നില്ല. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? നിനക്ക് പറഞ്ഞ് തിരുത്തിയെടുക്കാനും പറ്റില്ല, അവളങ്ങ് പോവുകയില്ല. എന്നാൽ പിന്നെ അവൾ കല്യാണം കഴിക്കാതെ അങ്ങ് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെയും ഒരു ദിവസം തന്നെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്തിൻ്റെ കേടാണ്? അവളെ തിരുത്താൻ പറ്റില്ലെന്ന് അറിയില്ലേ? പിന്നെ നീ എന്തിനാണ് എന്നോട് എന്നൊന്നും ഇവിടെ കാര്യം പറയുന്നത്? അവൾ ഉടങ്ങാണം വന്ന് നിന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് സന്തോഷിച്ചിട്ട് അങ്ങ് പോയിക്കോട്ടെ. അവൾ വേണമെങ്കിൽ കല്യാണം കഴിക്കട്ടെ, നിനക്കെന്താ? നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഭാര്യ, ഞാനെൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലില്ല. നിൻ്റെ കാര്യമില്ലല്ലോ, നിൻ്റെ കൂട്ടുകാരുടെ കാര്യമല്ലേ. അവളെൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്, നിങ്ങൾക്കറിയില്ലേ? ഇവിടെ വന്ന് അവൾ എന്തൊക്കെ വെച്ച് നിങ്ങളും കഴിച്ചിട്ടുള്ളതാണ്. എന്താ നിങ്ങൾക്ക് ഇതിലൊരു ഉത്സാഹമില്ലാത്തത്? നിങ്ങളോട് സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് സീരിയസ് ആയിട്ട് ചിന്തിക്കാനാ? അപ്പോൾ ഇത്തിരി നേരം ഉണ്ടായിരുന്നിട്ട് ഭാര്യ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല, എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. അവൾക്ക് നിങ്ങളോട് വലിയ കാര്യമാണ്, നിങ്ങൾ പറഞ്ഞ കേൾക്കും. ഞാൻ ചോദിച്ചു, അവളെ എന്ത് ഉപദേശിക്കാനാണ്? അപ്പോൾ ഭാര്യയാണെങ്കിൽ എൻ്റെ കൈവിരലെടുത്ത് ഒന്ന് തലോടിയിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാനതല്ല ഉദ്ദേശിക്കുന്നത്. നീ പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും നിങ്ങൾക്ക് എന്നും ആഗ്രഹമുള്ള വ്യക്തിയാണ്. എല്ലാ ദിവസവും ഞാനിപ്പോൾ വയ്യാന്ന് പറഞ്ഞ ദിവസം പോലും നിങ്ങൾക്കങ്ങ് പരിഭവമാണ്. നീ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, എന്തായാലും നിങ്ങൾ എന്നും ആക്റ്റീവായിട്ട് നിൽക്കാൻ എന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെയായപ്പോൾ അവൾക്കില്ലേ നിങ്ങളെ ഇഷ്ടമാണ്, വിശ്വാസമാണ്. മറ്റു പുരുഷന്മാരെ അവൾക്ക്
താല്പര്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കാം. അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ വന്ന് 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് നിൽക്കട്ടെ. അതാണോ കരാതെ നിന്നോട്ടെ. അതല്ല ചേട്ടാ, അവളിവിടെ നിൽക്കുമ്പോൾ അവളെ ചേട്ടനൊന്ന് സന്തോഷിപ്പിക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? ഞാനും കൂടെ കാണും. അവൾക്കാണെങ്കിൽ മറ്റു പുരുഷന്മാരെയൊക്കെ പേടിയാണ്. ആ പേടി ചേട്ടനൊന്ന് മാറ്റിയെടുക്കണം. എന്ത് തോന്നിയാസ് നീ പറഞ്ഞത്? നീ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി പറയുകയാണോ? അവളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭാര്യ വേറെ മൂഡിലായി കുണുങ്ങിക്കൊണ്ട് എന്നെ പല രീതിയിലും അവൾ ഇഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ പറഞ്ഞ സീരിയസ് ആണ്. എനിക്ക് ഒരു പ്രശ്നവുമില്ല. അവൾ എൻ്റെ സ്വന്തം പോലെയാണ് ചേട്ടാ. പ്ലീസ്. അവൾക്കാണെങ്കിൽ മറ്റാളുകളുടെ അങ്ങ് വെറുപ്പാണ്. ചേട്ടനാകുമ്പോൾ അവൾക്ക് ഒരു പ്രശ്നവുമില്ല. കാര്യങ്ങൾ ഈസിയാകും. അവളെ വേറൊരുത്തരും കല്യാണം കഴിക്കണമെങ്കിൽ അവൾക്ക് ഇനി ഇത്തരം കാര്യങ്ങളോടുള്ള പേടിയൊക്കെ ഒന്ന് മാറണം. അവൾക്ക് എല്ലാം പേടിയാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനാണെങ്കിൽ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു. വർഷങ്ങളായിട്ട് ചേട്ടൻ വളരെ മധുരമുള്ള ആളാണ്. ചേട്ടൻ്റെ പ്രകടനപരമായ കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. ചേട്ടൻ്റെ ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും അവൾ പറഞ്ഞു, ചേച്ചി ഒരു ഭാഗ്യവതിയാണ്. ചേച്ചിയുടെ ഭർത്താവിനെ പോലെ ഒരു ഭർത്താവിനെ ഒരിക്കലും എനിക്ക് കിട്ടില്ല എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്തായാലും ഇനിയിപ്പോൾ അവൾക്കൊരു വഴി തുറന്നു കൊടുക്കേണ്ടത് ചേട്ടനാണ്. ചേട്ടനെ അവൾക്ക് വലിയ മതിപ്പാണ്. എടി നീ എന്താ പറഞ്ഞത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വട്ടാണോ? അല്ല ചേട്ടാ, സീരിയസ് ആണ്. എനിക്കതിൽ അസൂയൊന്നുമില്ലെന്നേ. ഞാൻ ഫുൾ സപ്പോർട്ടല്ലേ. എനിക്കൊരു പ്രശ്നമാണെങ്കിൽ പിന്നെ ചേട്ടൻ എന്താ പ്രശ്നം? എടി നീ എന്താ പറയുന്നത്? നിനക്ക് വല്ല ഉദ്ദേശമുണ്ടോ? ഭർത്താവിനെ മറ്റൊരു പെണ്ണുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക, അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടാകും? ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഞാൻ സ്ട്രോങ് അല്ലേ. എൻ്റെ ഇഷ്ടമാകുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കണം. ഒരു കുഴപ്പമില്ല. അവളാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു ശല്യം ഉണ്ടാകില്ല. അവൾക്ക് കുറച്ച് നാളൊരു സഹായം വേണം, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പുരുഷന്മാരോടുള്ള പേടിയൊക്കെ മാറിയിട്ട് അവൾ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചങ്ങ് പൊക്കോളും. ഇപ്പം അവൾക്ക് പേടിയേ ചേട്ടാ. ചേട്ടനാണെങ്കിൽ മാത്രമേ ശരിയാകുള്ളൂ. ആദ്യമൊക്കെ ഞാൻ നിഷേധിച്ചെങ്കിലും ഇത് റിസ്ക് ഒന്നുമില്ല. ചേട്ടന് പുതിയൊരവസരമാണ്. ചേട്ടൻ്റെ ജീവിതത്തിൽ നല്ല രസമുണ്ടായിരിക്കും. ഞാനും കൂട്ടുണ്ട്. ഞാനും എപ്പോഴും അവിടെ കാണും. അതുകൊണ്ട് ഒരു റിസ്ക്കുമില്ല. ചേട്ടാ പ്ലീസ്, ഞാൻ പറഞ്ഞത് കേൾക്കൂ. എല്ലാം ജീവിതത്തിൽ ആസ്വദിക്കണം, ഒരു വെറൈറ്റി എന്നൊക്കെ അവൾ എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. പിന്നീട് അവളാണെങ്കിൽ കാര്യമായ ചില സമയത്ത് ഇനി ഞാൻ നോക്കിക്കോ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ചേട്ടനിത് സമ്മതിക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ സമ്മതിച്ചു എന്ന് പറയും. പിറ്റേ ദിവസം ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പോഴേക്കും അവൾ പറയും, ഞാനും ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു, എൻ്റെ അടുത്തേക്ക് വരരുതെന്ന്. അങ്ങനെ പല രീതിയിലും അവൾ എന്നോട് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, അവളൊരു പാവമാണ്, ഞാൻ കൂടെ കാണുമല്ലോ, നമ്മൾ 3 പേരും ആ മുറിയിൽ കാണും. എൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് മാത്രമായിരിക്കും ചേട്ടൻ പ്രവർത്തിക്കുക. അവൾക്ക് വേണ്ടി നമ്മളൊരു വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നു. നമ്മുടെ കുഞ്ഞനിയത്തിയെ നമ്മൾ സഹായിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ചേട്ടന് ബെനിഫിറ്റ് ഉണ്ട്. എനിക്ക് അസൂയമില്ല. നമ്മൾ 3 പേരും അറിഞ്ഞുകൊണ്ട് മാത്രമുള്ള ഒരു ബന്ധം, അത് രസമല്ലേ ചേട്ടാ? അവൾ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടും അവൾക്ക് വിവാഹത്തിന് മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അവളത് പവിത്രമായിട്ട് കരുതി. പക്ഷേ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നപ്പോഴല്ലേ മനസ്സിലായതും ഇതേപോലെയൊക്കെയുള്ള സ്വഭാവമുള്ള ഒരാളായിരുന്നു. എന്നാലോ ഉൾക്കാമ്പിൽ ഒന്നുമില്ല ചേട്ടാ. അവൾക്ക് നിരാശയായിരുന്നു. അങ്ങനെ ക്രൂരനായ ഒരു മെച്ചവുമില്ലാത്ത ഒരുത്തൻ്റെ കൂടെ അവൾ ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ആകുമ്പോൾ ചേട്ടൻ അയാളെക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിരിക്കും. അതുമാത്രമല്ല എനിക്കറിയാം ആണുങ്ങളിൽ കുറച്ചൊക്കെ ബെറ്ററാണ് ചേട്ടൻ. അപ്പോൾ നിനക്ക് മറ്റാണുങ്ങളെ അറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ കാണുന്നല്ലേ. എനിക്കറിയാം എൻ്റെ ഭർത്താവ് ബെറ്ററാണെന്നും. എന്തായാലും അവൾക്ക് കിട്ടാവുന്ന ഒരു ബെറ്റർ ചോയ്സാണ് ചേട്ടൻ. എന്താണ് ഞാൻ പരീക്ഷണവസ്തുവാണോ? പിന്നെ നിങ്ങൾ അത്ര വലിയ സത്യസന്ധനൊന്നും ചമയണ്ട. ചില പെണ്ണുങ്ങളെയൊക്കെ കൊതിയോടുകൂടി നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന അവസരം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ നുള്ളുകയൊക്കെ ചെയ്യും. എന്തായാലും ഭാര്യ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു, അവൾക്ക് കുഴപ്പവുമില്ല. പിന്നെ മിക്കവാറും എൻ്റെ മകൻ ഞങ്ങളുടെ അമ്മമാരുടെയൊക്കെ വീട്ടിലായിരിക്കും. അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. രാത്രി മഞ്ജുവും വന്നെന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഭാര്യ തന്നെയാണ് മാഡം എന്നെ നിർബന്ധിച്ചത്. ഞാനാണെങ്കിൽ 10% പോലും സമ്മതിച്ചില്ല. അങ്ങനെ ഒരു ദിവസം മഞ്ജു വന്നു. അപ്പോൾ എൻ്റെ ഭാര്യ വന്നപ്പോഴേ പറയുകയാണ്, മോളെ മഞ്ജുമേ, ഇന്ന്
താഴേക്കാവിലും മേലേക്കാവിലും ഉത്സവമാണ് കേട്ടോ. നീ ഇന്ന് അണിഞ്ഞൊരുങ്ങി വരണമെന്ന്. അത് കേട്ടപ്പോഴേ അവൾക്ക് നാണമായി. എന്നെ നോക്കിയിട്ട് അവൾ മുറിയിലേക്ക് അങ്ങ് പോയി. പിന്നീട് ഞങ്ങൾക്ക് വേണ്ടി അവൾ എല്ലാം ഉണ്ടാക്കി. അത്താഴശേഷം അവർ രണ്ടുപേരും കൂടി കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞു. 10 ആയപ്പോഴേക്കും ഭാര്യനോട് പറഞ്ഞു, ചേട്ടൻ റെഡിയല്ലേ, ഞങ്ങൾ വരികയാണെന്ന്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടെ വന്നു. എനിക്കാണെങ്കിൽ വലിയ സംഭ്രമമായിരുന്നു. എൻ്റെ ഭാര്യ ബുദ്ധിമതിയായിരുന്നു. ഞങ്ങളെ രണ്ടുപേരെയും അവളാണ് സംഭ്രമമൊന്നുമില്ലാതെ ചേർന്നിരിക്കാൻ നിർബന്ധിച്ചത്. എന്നിട്ട് എൻ്റെ ഭാര്യ തന്നെയാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. ഞങ്ങളെ അവൾ നയിക്കുകയായിരുന്നു, സഹായിക്കുകയായിരുന്നു. എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്ന് ഭാര്യ പറഞ്ഞതുപോലെയാണ് ഞാനും മുന്നോട്ട് നീങ്ങിയത്. മഞ്ജിമയ്ക്ക് നല്ല നാണവും പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യ ഇടയ്ക്ക് പാൽക്കുടം ഉടച്ചും വസനം കവർന്നും കേളുകളാടു വനമാലി എന്നുള്ള രീതിയിൽ എന്നെ അവൾ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. ആ പ്രോത്സാഹനത്തിന് ഫലമായി ഞാനും നല്ലൊരു ഫോമിലായി. ആക്ച്വലി മഞ്ജിമയ്ക്ക് പേടിയുള്ള പോലെ എനിക്ക് തോന്നി. എൻ്റെ ഭാര്യ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ അടുത്തില്ലേ, എൻ്റെ ചേട്ടനല്ലേ, നീ കണ്ണടച്ചോളൂ, എല്ലാം നിനക്ക് മനോഹരമായി തോന്നും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഭാര്യ നിർബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയത്. പിന്നെ എല്ലാം ഇത്തിരി പ്രയാസമായിരുന്നു ആദ്യം. പിന്നീട് പ്രയാസങ്ങൾ കുറഞ്ഞു വന്നു. വാതായനങ്ങൾ മലർക്കെ തുറന്ന് ആകാശപ്പറവകൾ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി കുതിച്ചിറങ്ങി. അങ്ങനെ എൻ്റെ ഭാര്യ ഞങ്ങളുടെ കൂടെ നടപാടി. ഞങ്ങൾ 3 പേരും ചേർന്ന് ഒരു നദിയായി ഒഴുകുകയായിരുന്നു. അത് ഒരു തുടക്കം മാത്രം. 1, 2, 3, 4 അന്ന് ഒരാഴ്ചയോളം അടുപ്പിച്ച് മഞ്ജിമ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവൾ ഇടയ്ക്കിടെ വരും. ആ സമയത്തെല്ലാം വൈഫും ഞാനും അവളും തമ്മിൽ നല്ല കോർഡിനേഷൻ. ഞങ്ങൾ 3 പേരും തമ്മിൽ വളരെ പ്രണയാതുരമായ മനുഷ്യരായി മാറുകയായിരുന്നു. പതുക്കെ മഞ്ജിമ ഞങ്ങളുടെ വീട്ടിലേക്ക് താമസം മാറി. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്ക് ഞങ്ങളുടെ മകനോടുണ്ടല്ലോ, അപ്പോൾ അവനെന്തോ സംശയം തോന്നിയിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മയപ്പോൾ എന്നെ ഉപദേശിച്ചു, അങ്ങനെ അന്യൊരു സ്ത്രീയെ വീട്ടിൽ നിർത്തുന്നത് ശരിയല്ലെന്ന്. മരുമകളോട് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ഭാര്യ, അങ്ങനെ ഒന്നുമില്ല, അവളെൻ്റെ അനിയത്തിയെ പോലെ തന്നെയാണ്, അവളെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കാണിച്ച് പിന്നെയും മഞ്ജിമയെ വീട്ടിൽ തന്നെ നിർത്തി. പക്ഷേ എനിക്ക് കുറേ നാളായി കഴിഞ്ഞപ്പോഴേക്കും പുറത്തറിഞ്ഞ് ഈ ബന്ധം കോംപ്ലിക്കേറ്റഡായി പ്രശ്നമാകുമോ എന്ന് വലിയ ഒരാശങ്കയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് മഞ്ജിമയോടുള്ള ഇഷ്ടം കൂടി വന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യയോടുള്ള ഇഷ്ടം എനിക്കൊട്ട് കുറയുന്നുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നിയത് അവർ രണ്ടുപേരും തമ്മിലും നല്ല അടുപ്പമുണ്ടെന്നാണ്. വിവരിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അടുപ്പം. പിന്നീട് ഞാൻ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ അപ്പോൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. കാര്യം ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മഞ്ജിമയും അത്യധികമായി സ്നേഹിക്കുന്നുണ്ട്. മഞ്ജിമയ്ക്ക് എന്നെ ഇഷ്ടമാണ്, അവളെ ഇഷ്ടമാണ്. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആണും പെണ്ണും തമ്മിലുള്ള പ്രണയം മാത്രമല്ല, പെണ്ണും തമ്മിലുള്ള പ്രണയവും ഇതിൽ ഇൻക്ലൂഡാണെന്ന് മാഡത്തിന് മനസ്സിലായല്ലോ. അങ്ങനെ 3 പേരും വിട്ടുപിരിയാനാകാതെ വലിയൊരു വൃത്തത്തിലാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. കുറച്ച് മുറമുറുപ്പും സംശയങ്ങളുമൊക്കെ ബന്ധുക്കൾക്കിടയിൽ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോഴും ഒന്നിച്ചാണ് താമസം. അങ്ങനെ പോവുകയാണ്. എനിക്ക് മഞ്ജിമയും ഭാര്യയും വിട്ടുപിരിയാൻ പറ്റുന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്നെയും മഞ്ജിമയും വിട്ടുപിരിയാൻ പറ്റുന്നില്ല. മഞ്ജിമയ്ക്ക് ഞങ്ങളെ 2 പേരെയും വിട്ടുപിരിയാൻ പറ്റുന്നില്ല. മാഡം, ഇതാണ് സ്ഥിതി. ഇങ്ങനെ 3 പേർ ചേർന്നുകൊണ്ടുള്ള പ്രണയങ്ങളുണ്ടെന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ വന്നു ഭവിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിൽ നിന്നൊന്നും പിന്മാറാൻ പറ്റുന്നില്ല. ഇതൊക്കെ കോംപ്ലിക്കേഷൻ ആകുമോ എന്ന് സംശയമുണ്ട്. വളരെ വിചിത്രമായ ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുകയാണെന്നാണ് മനു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2 വ്യക്തികൾ ആണും പെണ്ണും തമ്മിലാണെങ്കിലും പെണ്ണും തമ്മിലാണെങ്കിലും ആണും തമ്മിലാണെങ്കിലും പ്രണയിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ നോർമലൈസ്ഡ് ആയിട്ട് കാണാൻ തുടങ്ങിയ കാലഘട്ടമാണ്. ആണും പെണ്ണും തമ്മിലുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ട് അംഗീകരിക്കപ്പെട്ടതാണ്. എന്തായാലും അങ്ങനെ ഒന്നുമല്ലാതെ 2-3 വ്യക്തികൾ അല്ലെങ്കിൽ 3 വ്യക്തികൾ ചേർന്ന ഒരു പ്രണയവലയം, അല്ലെങ്കിൽ 4 വ്യക്തികൾ ചേർന്നൊരു പ്രണയവലയം, ത്രികോണ പ്രേമകഥ അല്ലെങ്കിൽ ചതുരംഗ പ്രേമകഥ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സംഭവിച്ചില്ലെങ്കിൽ അപൂർവമായിട്ടല്ലെങ്കിൽ പോലും, അപൂർവമാണ് നമുക്ക് പറയാൻ പറ്റില്ല, പല ആളുകൾക്കിടയിലുമുണ്ട്. ചിലപ്പോൾ 2 ദമ്പതികൾ ഒരു സ്ഥലത്തും 2 ദമ്പതികൾ വേറെ സ്ഥലത്തും അവർ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് കണ്ടുമുട്ടിയിട്ട് ഈ 4 പേരും തമ്മിൽ അതിരി കടന്ന ഒരു പ്രണയവലയം, അല്ലെങ്കിൽ 3 പേരാകാം,
അതിപ്പോൾ ആണുങ്ങൾക്കിടയിൽ വേണമെങ്കിൽ സംഭവിക്കാം, അല്ലെങ്കിൽ ആണും പെണ്ണും ചേർന്നൊരു ഗ്രൂപ്പിനിടയിൽ സംഭവിക്കാം. ഇങ്ങനെയൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇത് പണ്ട് തൊട്ടുള്ളതാണ്. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ചേട്ടനും അനിയനൊരു ഭാര്യ, അല്ലെങ്കിൽ ചേട്ടത്തിക്ക് അനിയത്തിക്ക് ഒരു ഭർത്താവ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തും ഇതൊക്കെ നടന്നിട്ടുണ്ടാകാം, നമുക്കറിയില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയില്ല. ആരെങ്കിലും പറയുമ്പോഴോ സിനിമയിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ പത്രവാർത്ത വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. എന്നാലും സമൂഹത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതേപോലെ ഒരു കഥയോ അല്ലെങ്കിൽ സംഭവമാണിത്. ഇതിൽ നിങ്ങളുടെ റിസ്ക്കാണ്. ആ റിസ്ക് നിങ്ങളെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ബന്ധം 4 ആണെങ്കിലും 5 പേരാണെങ്കിലും 100 പേര് തമ്മിലൊരു ഗ്രൂപ്പാണെങ്കിലും അവരതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ മിടുക്കാണ്. പിന്നെ പൊതുവായൊരു സമൂഹത്തിൽ ഇതൊന്നും കേട്ട് കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. എനിക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ അതിനോട് എതിരഭിപ്രായം തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇത് ഭാവി എന്താണ്, ഇതെങ്ങനെയാകും, നാളെ അനിശ്ചിതമായിട്ടുള്ളൊരു ബന്ധമാണിത്. അപ്പം അതുകൊണ്ട് അത്ര അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് നന്നായി മാനേജ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് തകരുകയാണെങ്കിലും അതും മാനേജ് ചെയ്യുക എന്ന് ഈ അവസരത്തിൽ പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇപ്പം ഇതിനെക്കുറിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കോൺസെൻട്രേറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഭാര്യ തന്നെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് അതിൻ്റെ റിസ്ക് നിങ്ങൾ തന്നെ അനുഭവിക്കുക, അത് നേരിടുക, മുന്നോട്ട് പോകുക, മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ. എന്താണെങ്കിലും ഇതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ല, എതിർത്തും പറയുന്നില്ല. കാര്യം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്.